നമസ്കാരം. പൊതുജനം കരുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മൾ ഒരുമിച്ചുള്ള വാർത്തായാത്ര. അതിൽ ഇന്ന് ഇതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ, ഒപ്പം തന്നെ ചില പ്രത്യേക റിപ്പോർട്ടുകൾ, സെഗ്മെന്റുകളൊക്കെ പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. പ്രേക്ഷകർക്കറിയാം, ശിരൂരിലെ രക്ഷാദൗത്യം, അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ, അതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം ബജറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമൊക്കെ ഇന്ന് പുറത്തു വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് വിളിക്കാനുള്ള സൗകര്യം കൂടി ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ, നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം. അതിനുള്ള നമ്പർ ഇതാണ്: 048428300510. പ്രേക്ഷകരുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ, വാർത്തയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്തണമെങ്കിൽ, അതിൻ്റെ വാർത്തയുടെ ദൃശ്യങ്ങൾ വാട്സാപ്പിൽ അയക്കണമെങ്കിൽ അതിനുള്ള നമ്പർ ഇതാണ്: 62 35 96 89 37. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ശിരൂരിൽ നിന്ന് നമ്മൾ കാത്തിരുന്ന ആശ്വാസ വാർത്ത ഇന്നും വന്നില്ല. അർജുനെ കണ്ടെത്താൻ 8ാം ദിനത്തിലെ തെരച്ചിൽ ഫോക്കസ് ചെയ്തത് ഗംഗാവാലി നദിയിലേക്കായിരുന്നു. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ, നദിയിലെ കുത്തൊഴുക്ക്, സാങ്കേതിക സംവിധാനങ്ങളുടെ അപര്യാപ്തത, അങ്ങനെ ഇപ്പോഴും ഒരുപാട് വെല്ലുവിളികൾ ആ രക്ഷാദൗത്യത്തിൽ നേരിടുന്നുണ്ട്. പുഴയിലെ മൺകൂനകളിൽ പരിശോധന നടത്താൻ വൻ സാങ്കേതിക സൗകര്യമുള്ള യന്ത്രം കൂടി മേഖലയിലേക്ക് എത്താൻ പോകുന്നു. പ്രതീക്ഷ കൈവിടാതെ അർജുന എല്ലാവരും കാത്തിരിക്കുകയാണ്. അർജുനെ കാത്ത് നാട്. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടി ഗംഗാവാലി പുഴയിലെ തെരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ശക്തമായ അടിയൊഴുക്കാണ് പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഒപ്പം ഇടയ്ക്കിടെയുള്ള മോശം കാലാവസ്ഥ, മഴ വീണ്ടും ശക്തമാകുന്ന സാഹചര്യം, ഇതൊക്കെ വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. വിഷയം അതീവ ഗൗരവമുള്ളതെന്ന് നിരീക്ഷിച്ച കർണാടക ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ കോടതിയെ അറിയിച്ചു. അതേസമയം ഡ്രഡ്ജർ എത്തിക്കാൻ കഴിയാത്തത് പ്രതികൂല കാലാവസ്ഥ കൊണ്ടാണെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ് ആദ്യം. Not dredger. This is a long boom. 60 feet of boom. She can scrap like this. It will stand on the bank of the river where the tea stall was there. Okay? And from there it will go up to 60 feet to the water and it will scratch. Okay? It will scratch like this, and once it is scratched, if we are getting even a single wood piece, then it is confirmed. That's a signal, yeah. Okay, or else something we will get something else also, it is confirmed. വിവരങ്ങളുമായി ശിരൂരിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഹാഷ്മി, രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നതിനിടയിൽ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. നേരത്തെ ഹാഷ്മി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ വലിയ മൺകൂന, അതിൽ നടത്തുന്ന തിരച്ചിൽ, അതിനുള്ള വെല്ലുവിളികൾ. ഇപ്പോഴിതാ പുതിയൊരു യന്ത്രം കൂടി എത്തിക്കാൻ പോകുന്നു. MLA അത് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം നിലയിൽ തന്നെ അത് അവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 60 അടി നീളമുള്ള കൈയുള്ള യന്ത്രം, അതുപയോഗിച്ചുള്ള പരിശോധന പ്രതീക്ഷ നൽകുന്നുണ്ടോ? എപ്പോഴേക്കാ യന്ത്രം എത്തും? ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ഹാഷ്മി? റീജിത്ത്, 8ാം നാളും നമ്മുടെ ഒരു കൂടപ്പുറപ്പ് മണ്ണിനടിയിലോ പുഴയിൽ എവിടെയോ പോയിട്ട് തിരോധാനപ്പെട്ടിട്ട് കാണാതാവുന്ന, അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന നൽകാൻ കഴിയാത്ത നിരാശയിൽ നിൽക്കുന്ന 8ാമത് ദിവസമാണ്. 8ാം നാളത്തെയും തെരച്ചിൽ ഇന്നലെയും മിനിഞ്ഞാൽ നമുക്ക് 8 മണി, 8:15, 9 മണി വരെയൊക്കെ ആ തെരച്ചിൽ തുടർന്നെങ്കിൽ ഇന്നിപ്പോൾ 6:15 ആയപ്പോഴേക്കും തെരച്ചിൽ അവസാനിപ്പിച്ചു എന്ന അറിയിപ്പാണ് വന്നത്. അത് ഗംഗാവാലി പുഴയിലെ പ്രത്യേക സാഹചര്യം തന്നെയാണ് ഇന്നത്തെ തെരച്ചിൽ അത്ര നേരത്തെ അവസാനിപ്പിക്കാനുള്ള കാരണം. കടുത്ത ഒഴുക്കാണ് എന്ന് പറഞ്ഞാൽ, അവർ പറയുന്നത് ശക്തമായ അണ്ടർ കറന്റ് എന്ന വാക്കാണ് പ്രയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ പെരുമഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. ആ മഴ പെയ്യുന്തോറും ഈ മലകളിൽ നിന്നുള്ള, കാടിൽ നിന്നുള്ള വെള്ളം മൊത്തം ഗംഗാവാലിയിലേക്ക് വീണ്ടും ഒലിച്ചിറങ്ങും. അല്ലെങ്കിൽ തന്നെ അത് വിസ്തൃതിയിൽ ഇങ്ങനെ ഒഴുകുന്ന നദിയാണ് ഗംഗാവാലി. എല്ലാ തവണയും അത് കരകവിഞ്ഞൊഴുകുന്ന നദിയാണ്. ഒരുപാട് വെള്ളം കൂടി എത്തുമ്പോഴേക്കും അടിയൊഴുക്ക് വല്ലാതെ കൂടുന്നു. മാത്രമല്ല പ്രത്യേകിച്ച് ആ മേഖല അഴിമുഖത്തോട് ചേർന്ന മേഖലയാണ്.
അവിടെ ഗോകർണത്ത് അത് കടലിനോട് ചേരുന്ന ഒരു മേഖല കൂടിയാണ്, അഴിമുഖമാണ്, ആഴമുണ്ട്. അപ്പോൾ അത്രയും അടിയൊഴുക്കുണ്ട്. അപ്പോൾ നേവി ഡൈവർ സംഘത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യക്ഷമമായ പ്രവർത്തനം ഇന്ന് കാഴ്ചവെക്കാൻ കഴിയാത്തതിന് കാരണം ഈ കടുത്ത അടിയൊഴുക്കാണ്. റീജിത്ത്, സോണാർ എന്ന് പറയുന്ന ഈ സംവിധാനം ഉപയോഗിച്ചാണ്, നമ്മൾ രാവിലെ മുതൽ പറയുന്നതാണ്, സോണാർ എന്ന സംവിധാനം ഉപയോഗിച്ചാണ് തെരച്ചിൽ. സോണാർ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഗ്രാഫിക് ഇമേജ് ആണ് കിട്ടുക. അത് അനലൈസ് ചെയ്തതിനു ശേഷം ഈ റിവർ ബെഡിലെ കിടക്കുന്ന അല്ലെങ്കിൽ പുഴയുടെ അടിത്തട്ടിൽ കിടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവത്തെ ഈ സോണാർ സംവിധാനം അത് മനസ്സിലാക്കുന്നു. അതൊരു ഗ്രാഫിക്കൽ രൂപത്തിലാണ് അതിന്റെ റിസൾട്ട് ഡേറ്റ കിട്ടുക. ആ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് അതിന്റെ കൂടുതൽ വിശകലനത്തിനായി ഒരു ഡൈവറെ അയക്കുക എന്നുള്ളതാണ് രീതി. പക്ഷേ അത്തരത്തിൽ കിട്ടുന്ന ഡേറ്റകൾ വിശകലനം ചെയ്യാൻ നേവിയുടെ ഡൈവർ സംഘത്തിന് അതിനകത്തേക്ക് കടക്കാൻ കഴിയാത്ത ഒരു വലിയ പ്രശ്നമുണ്ട്. മാത്രമല്ല അങ്ങോട്ടേക്ക് കടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് അവരുടെ തന്നെ ജീവന് കൂടി വെല്ലുവിളിയാവുന്ന തരത്തിലേക്ക് അത്രത്തോളം ഒഴുക്ക് വരുന്നു. അവർ തന്നെ പറയുന്നത് ഇവിടെ ചാടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഡൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് നേരെ താഴെയാണ് വെക്കുകയാണെങ്കിൽ ഒരു 20 മീറ്റർ 30 മീറ്റർ അകലേക്ക് മാത്രമാണ് ആ ഡൈവറിന് അവിടെ ലാൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് താഴെത്തട്ടിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്ക് നമ്മൾ ഉദ്ദേശിച്ച ഫലം കാണാതെ വരുന്നു. അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അല്ലെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ പറയുന്നു, ഈ ഗംഗാവാലി പുഴയിൽ നടക്കുന്ന പരിശോധന ഈ കരയിൽ നടക്കുന്ന പരിശോധനയുടെ 10 മടങ്ങ് എഫർട്ട് ആവശ്യമുള്ള പരിശോധനയാണ്. അതിന് ഏതെങ്കിലും ഒരു സോണാറോ ഏതെങ്കിലും കുറച്ച് ഡൈവർ സംഘത്തെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടുന്ന ഒന്നല്ല. അതിന് വലിയ യന്ത്ര സംവിധാനങ്ങൾ, വലിയ സാങ്കേതിക സംവിധാനങ്ങൾ ആവശ്യമാണ്. അവിടെയാണ് ഇവിടുത്തെ കാർവാർ MLA സതീഷ് ചന്ദ്ര സെയിൽ പറഞ്ഞ ആ മെഷീന്റെ പ്രസക്തി. അദ്ദേഹം നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ആ MLA കുറിച്ച് വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല. റീത്ത് ഇവിടെ അർജുന്റെ കോസിനൊപ്പം നമുക്കൊപ്പം എപ്പോഴും MLA ആണ് സെയിൽ. എല്ലാ തവണയും 4-5 തവണ വരുന്നതാണ്. ഇന്നിപ്പോൾ അദ്ദേഹം രാവിലെ മുതൽ വന്നിരുന്നില്ല. വൈകിട്ട് വരുമ്പോൾ എന്തുകൊണ്ട് വന്നില്ല എന്ന ചോദ്യത്തിനാണ് ഈ ഉപകരണം സംഘടിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ അത് 60 അടി നീളമുള്ള ഒരു ബൂമുള്ള ഒരു വലിയ പ്രൊക്ലൈനറാണ്. അതിന്റെ കൃത്യമായ പേരെന്താണെന്ന് അറിയില്ല. പക്ഷേ 60 എന്ന് പറഞ്ഞാൽ കരയിൽ നിന്നുകൊണ്ട് 60 അടിയിലേക്ക് പോയി ഈ മണ്ണുമാന്തി യന്ത്രം അല്ലെങ്കിൽ ഇതിന്റെ ബക്കറ്റ് കൊണ്ട് ഒരു പരിശോധന നടത്താൻ കഴിയുന്ന, പുഴയുടെ ആഴത്തിലേക്ക് പരിശോധന നടത്താൻ കഴിയുന്ന ഒരു വലിയ തരം അഡ്വാൻസ്ഡ് പ്രൊക്ലൈനർ എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ പ്രസക്തി വരുന്നത് പുഴയുടെ നടുക്ക് വലിയ മൺകൂനയുണ്ട്. ആ മൺകൂന അടുത്ത് നിന്ന് 40 അടി ദൂരത്തിൽ ഒരു സിഗ്നൽ നമുക്ക് കിട്ടിയിരുന്നു. ഈ മൺകൂനിൽ എവിടെയെങ്കിലും ലോറി ഉണ്ടോ എന്ന പരിശോധനയ്ക്ക് ആ ഉപകരണം ഉറപ്പായും സഹായകരമാകും. അത് വരുമ്പോൾ തന്നെ ഉണ്ടാകുന്ന പ്രശ്നം, ഇവിടുത്തെ മണ്ണാകെ ഇങ്ങനെ ഫ്രജൈലായി ദുർബലമായി നിൽക്കുകയാണ്. ഇത് വലിയ ഭാരമുള്ള ഒരു യന്ത്രമാണ്. അത് ഇതിന്റെ ഈ പുഴക്കരയിൽ കൊണ്ട് ഫിക്സ് ചെയ്യാൻ കഴിയുമോ എന്ന ചില ആശങ്ക ചില ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നു. അത് നാളെ വന്നാൽ മാത്രമേ, അത് ഇന്ന് രാത്രി 12 വരാൻ പോകുന്നു. അത് നാളെ അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഏതാണ്ട് കര കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവസാനിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ അർജുന് വേണ്ടിയും അല്ലെങ്കിൽ ലോറിക്ക് വേണ്ടിയും നടത്തുന്ന തെരച്ചിൽ പൂർണ്ണമായി അവസാനിച്ചു. ഇപ്പോൾ അവിടെ നടക്കുന്നത് ആ റോഡിലെ മണ്ണ് മാറ്റി ഇവിടുത്തെ ഗതാഗതം സുഗമമാക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് നടക്കുന്നത്. ഇന്ന് രാത്രിയോ നാളെയോ കൊണ്ട് ആ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കാനുള്ള തീവ്ര പരിശ്രമം നടക്കുന്നു. കാര്യം ഇവിടുത്തെ ലോറി ഡ്രൈവർ ഓണേഴ്സ് ഒക്കെ വലിയ പ്രതിഷേധം വെക്കുന്നുണ്ട്. അപ്പോൾ ആ റോഡ് തുറന്നു കൊടുക്കുക എന്നുള്ളത് അവരുടെ അല്ലെങ്കിൽ ആദ്യ പ്രയോറിറ്റിയാണ്. അപ്പോൾ അത് മാത്രമാണ് കരകേന്ദ്രിച്ച പ്രവർത്തനം. അല്ലാതെ ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഏതാണ്ട് അത് പൂർണ്ണമായി കരകേന്ദ്രീകരിച്ച് അവസാനിച്ചു. അത് ഗംഗാവാലിയിൽ മാത്രം ഒഴുകുന്നു. അതിനിടയിൽ വരുന്ന ഒരു ശുഭവാർത്തയാണ്. കർണാടക ഹൈക്കോടതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മലയാളി കൊടുത്ത ഹർജി പരിഗണിച്ചിരുന്നു. കർണാടക ഹൈക്കോടതി അതിനെ ഗൗരവമായി തന്നെ കണക്കാക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു എന്ന് അറിയിക്കാൻ. അതിൽ കർണാടക നോട്ടീസിന് മറുപടി നൽകിയിരിക്കുന്നു. ഇനി കേന്ദ്രം നൽകേണ്ടതുണ്ട്. വീണ്ടും ഹർജി പരിഗണിക്കാൻ പോകുന്നു എന്നുള്ളത് ഒരു കോടതിയുടെ മേൽനോട്ടം വരുന്നു എന്നുള്ളത് എല്ലാ കാലവും എപ്പോഴും അത് ശുഭോദർക്കമാണ്. കാര്യങ്ങൾ കൂടുതൽ ത്വരിതപ്പെടാൻ. അതൊക്കെയാണ് അരുൺ പൂപ്പറമ്പ് വിളിച്ചിരുന്നു. അരുൺ, അപ്പോൾ ഇന്ന് നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു 4-5 മഴ പെയ്തു. അതെല്ലാം പെരുമഴയാണ്, വലിയ കാറ്റാണ്. അപ്പോൾ ഇന്നത്തെ രക്ഷാപ്രവർത്തനം നേരത്തെ അവസാനിപ്പിച്ചതിൽ നാവികസേനയും ഏതെങ്കിലും തരത്തിൽ പഴിക്കാവതല്ല അല്ലേ? ഇന്ന് കനത്ത മഴയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗംഗാവലി പുഴയിലെ തെരച്ചിൽ അതീവ ദുഷ്കരമാണ് എന്ന് നേവി തന്നെ സമ്മതിക്കുകയാണ്. നേവിയുടെ വിദഗ്ധ സംഘമാണ്, അതിലൊന്നും ഒരു സംശയവുമില്ല. ഇതിനേക്കാൾ ദുഷ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പുഴകളിലും നദികളിലെല്ലാം ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളും ദൗത്യങ്ങളും ഏറ്റെടുത്ത അത്തരത്തിലുള്ള സംഘത്തിൽ ഉൾപ്പെട്ടവർ തന്നെയാണ് ഇവിടെ എത്തിയത്. അവർ ഇതിൽ മുങ്ങൽ വിദഗ്ധരുണ്ട്. അതോടൊപ്പം തന്നെ ഈ സോണാർ ഉപയോഗിച്ചുള്ള അടിത്തട്ടിലെ പരിശോധന, 2 തരത്തിലാണ് ഇവർ ഇന്ന് തെരച്ചിൽ ക്രമീകരിച്ചിരുന്നത്. ഈ മുങ്ങൽ വിദഗ്ധർ പറഞ്ഞത് നേരത്തെ ഹാഷ്മി തന്നെ സൂചിപ്പിച്ചു, ഈ അടിയൊഴുക്ക് അവർക്ക് അതിജീവിക്കാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ വലിയ പ്രയാസമുണ്ടാകുന്നു എന്നതാണ്. ഈ ഡൈവ് ചെയ്യുമ്പോൾ 10 മീറ്റർ 20 മീറ്റർ അപ്പുറത്തേക്ക് വെർട്ടിക്കലായി മാറിപ്പോകുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത്രത്തോളം അടിയൊഴുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുഴയിലെ വലിയ മൺതിട്ടകൾ, ആ മൺതിട്ടകൾ നീക്കം ചെയ്യാതെ എന്തെങ്കിലും ഒരു തെരച്ചിൽ പ്രായോഗികമാവുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഇന്നെന്തായാലും നേവി അത്തരത്തിൽ ഇത് നീക്കം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇത് നീക്കി
ഇത് തുറന്നുകൊണ്ട് എന്തെങ്കിലും ഒരു പരിശോധന നടത്തുന്ന നടപടിയിലേക്ക് ഇന്ന് കടന്നിട്ടില്ല. എനിക്കൊന്ന് നേവി ഇന്ന് നോക്കിയത് ഈ പുഴയുടെ ഘടന, ഒഴുക്കിന്റെ അവസ്ഥ, ഏത് രീതിയിലുള്ള തുടർ രക്ഷാപ്രവർത്തനം സാധ്യമാകും എന്നതിലൊരു പ്രാഥമിക പരിശോധന അല്ലേ നേവി യഥാർത്ഥത്തിൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതായത് ഈ പുഴയുടെ ഘടന നേവി ഇപ്പോൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് അവരിൽ നിന്ന് പല പ്രതികരണങ്ങൾ ലഭിക്കുമ്പോൾ അവർ പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ വളരെ നേരത്തെയാണ് അവരുടെ ഈ തെരച്ചിൽ നിർത്തിയത്. അതിനു കാരണമായി അവർ പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയുണ്ട്, ഓരോ നിമിഷവും ഈ അടിയൊഴുക്ക് വലിയ രീതിയിൽ വർദ്ധിക്കുന്നു, പിന്നെ ഇതിന്റെ അടിത്തട്ടിൽ വളരെ ക്ലാരിറ്റി കുറവാണ്. അവർക്ക് ഇത് മുങ്ങി എന്തെങ്കിലും ഒരു നിരീക്ഷിക്കാൻ പാകത്തിലുള്ള ഒരു സ്ഥിതിയല്ല നിലവിൽ ഈ സീറോ വിസിബിലിറ്റി എന്ന് തന്നെ പറയുകയാണ്. സീറോ വിസിബിലിറ്റി, ഒന്നും കാണാൻ കഴിയുന്നില്ലെന്നാണ് പറയുന്നത്. അതെ, സീറോ വിസിബിലിറ്റി തന്നെയാണ് പറയുന്നത്. അത്രത്തോളം ഈ ഗംഗാവലിയുടെ അടിത്തട്ട് ഈ ക്ലാരിറ്റി ഇല്ലാതെ കിടക്കുകയാണ്. അതിനപ്പുറത്തേക്കാണ് വലിയ മൺകൂനകളാണ്. ഒരു സമാന്തര മല കണക്കെ ഈ അടിത്തട്ടിൽ, ഗംഗാവലിയുടെ അടിത്തട്ടിൽ ഈ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ മണ്ണ് കിടക്കുകയാണ്. ഇതെല്ലാം മറികടന്ന് നേവി ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ അതിനെ ഈ അടിത്തട്ടിലുള്ള കൂടുതൽ ആഴത്തിലുള്ള പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങൾ നാളെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ സ്ഥലം MLA, കാർവാർ MLA ഉൾപ്പെടെ ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് പ്രതികരിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും അത്തരം സംവിധാനങ്ങൾ എത്തിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഈ കൃത്യമായ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു പുരോഗതി ഉണ്ടാവൂ. നിലവിൽ ഇന്നത്തെ 8ാം ദിനത്തിലെ തെരച്ചിലും രക്ഷാപ്രവർത്തനവും വിഫലമാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സൈന്യം ഇവിടെ തുടരുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് സംശയമാണ്. അവരും ഇതിനൊരു സംയുക്തമായ ഒരു തെരച്ചിൽ രീതി ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് അവർക്ക് പ്രത്യേകിച്ച് സൈന്യത്തിന്റെ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു പ്ലാനോ സ്ട്രാറ്റജിയോ അവരെ സംബന്ധിച്ച് നിലവിലില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ എന്തായാലും കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരിക്കുന്നത്. നേവിയുടെ കൂടുതൽ തെരച്ചിൽ രീതി ഒരു സംവിധാനം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നാളത്തേനായി നമുക്ക് കാത്തിരിക്കുകയും ചെയ്യാം. അപ്പോൾ റീത്ത്, അതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആകാശ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വലിയ ഒരു മൺകൂനയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 30 അടി നികന്ന ഒരു 5 മീറ്റർ ഉയരത്തിൽ നിന്ന് മൺകൂന, അങ്ങനെ 2 മൺകൂനകളുണ്ട്. അതല്ലാത്ത ഒരുപാട് കൂനകൾ ഈ നദിക്കടിയിൽ, എന്ന് പറഞ്ഞാൽ നദിയുടെ മുകൾ പരക്കിലേക്ക് പൊങ്ങി വരാത്ത രീതിയിൽ നദിക്കടിയിൽ രൂപപ്പെട്ട് നിൽക്കുന്നു. മാത്രമല്ല ഇടയ്ക്കിടെ ഓരോ മൺതിട്ടകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ താഴേന്നേ മണ്ണ് നികന്ന് കയറി വരുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഈ പുഴക്കടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണിന്റെ എമൗണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര വലിയ എമൗണ്ട് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 2-3 മാമലകൾ ഈ പുഴയ്ക്ക് അകത്തുണ്ടായിരിക്കുന്നു. അപ്പോൾ ഇതിനിടെ എവിടെയെങ്കിലും ലോറി ഇങ്ങനെ പൂണ്ട് പൊതഞ്ഞിരിപ്പുണ്ടോ, ആണ്ടിരിപ്പുണ്ടോ എന്ന് പറഞ്ഞാൽ ഇത് വലിയ വെയിറ്റുള്ള ലോറിയാണ്, ആണ്ടിരിപ്പുണ്ടോ എന്നറിയണമെങ്കിൽ മണ്ണ് മാറ്റിയുള്ള പരിശോധന മാത്രമേ നടക്കൂ. ഡ്രഡ്ജർ ആണ് അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത്. ഡ്രഡ്ജർ കൊണ്ടുവരാതിരിക്കാൻ കാരണമായി MLA പറഞ്ഞത് കാലാവസ്ഥ വളരെ റഫാണ്. അഥവാ കൊണ്ടുവരികയാണെങ്കിലും ഗോവയിൽ നിന്നോ അല്ലെങ്കിൽ മംഗലാപുരത്ത് നിന്നോ കൊണ്ടുവരേണ്ടതുണ്ട്. 2 സൈഡുകളിലും കടൽ പ്രക്ഷുബ്ധമാണ്, അവിടുത്തെ പുഴകൾ പ്രക്ഷുബ്ധമാണ്, ഇങ്ങോട്ടേക്ക് ഇറക്കാനുള്ള കാലാവസ്ഥ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതിനെ ആ കുറവ് താൽക്കാലികമായി MLA അദ്ദേഹത്തിന്റെ മുൻകൈയിലെടുത്ത ഈ ഉപകരണം എന്ന് പറഞ്ഞാൽ തോർക്കണം, ഇത് MLA അദ്ദേഹത്തിന്റെ മാത്രം മുൻകൈയിൽ, എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന്റെ മാത്രം മുൻകൈയിൽ എടുത്തുകൊണ്ടുവരുന്ന ഒരു ഉപകരണമാണ്. ആ ഉപകരണം ഈ പറഞ്ഞ ഡ്രഡ്ജറിന് ഏതെങ്കിലും തരത്തിൽ ഒന്ന് ബൈസ്റ്റാൻഡർ ആകുമോ എന്ന് നാളെ മാത്രമേ അറിയുകയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന സോണാർ കൊണ്ടോ അല്ലെങ്കിൽ നേവി ഡൈവർമാരെ കൊണ്ടോ തൽക്കാലം ഈ ഗംഗാവാലി പുഴയിലെ പരിശോധന എന്തായാലും പൂർണ്ണമാവില്ല. അതിന് ഇതുപോലെയുള്ള മെഗാ യന്ത്ര സജ്ജീകരണങ്ങൾ വന്നേ മതിയാകൂ. നാളെ മുതൽ വന്നു തുടങ്ങുമെന്ന് കരുതാം. എന്തായാലും 8ാം നാളും നമുക്ക് പ്രത്യേകിച്ച് പ്രതീക്ഷകളില്ല. ഇനി പ്രതീക്ഷയോടെ എന്തെങ്കിലും സൂചനകൾക്കായി നാളെയിലേക്ക് 9ാം നാളിലേക്ക്. റിജിത്ത്, 8ാം ദിവസത്തെ തെരച്ചിലും അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടി ഗംഗാവലി പുഴയിലെ തെരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ശക്തമായ അടിയൊഴുക്ക് പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്, പ്രതികൂല കാലാവസ്ഥ പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം വലിയ മൺകൂന, പുഴയിൽ നിലവിലുള്ള വലിയ മൺകൂന, അതിനകത്ത് പരിശോധന നടത്തുക എന്നുള്ളത് വെല്ലുവിളി തന്നെയാണ്. അവിടേക്കാണ് പുതിയൊരു യന്ത്രം കൂടി നാളെ എത്താൻ പോകുന്നത്. കരയിൽ നിന്നുകൊണ്ട് തന്നെ ആ മൺകൂനയിൽ പരിശോധന നടത്താൻ കഴിയുന്ന 60 അടി ദൂരത്തിൽ പരിശോധന നടത്താൻ കഴിയുന്ന ആ യന്ത്രം, അത് കാർവാർ MLA നേതൃത്വത്തിൽ അവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. നാളെയോടുകൂടി ആ യന്ത്രം എത്തും എന്നാണ് കരുതുന്നത്. അത് 9ാം ദിനത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന വിവരങ്ങൾ നമുക്ക് നൽകുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അരുൺ പാറയ്ക്കൽ കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ പുഴയുടെ മറുകരയിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അരുൺ, ഈ അപകടത്തിന് പിന്നാലെ മറുകരയിലുണ്ടായ നാശനഷ്ടങ്ങൾ, വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, ഇന്നൊരു മൃതദേഹം കൂടി കണ്ടെത്തുന്ന സാഹചര്യം, ഇതൊക്കെ നേരത്തെ അരുൺ പാറയ്ക്കൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കർണാടക ഹൈക്കോടതിയിലും വിഷയമെത്തി. കേന്ദ്രത്തിന് നോട്ടീസ് നൽകുന്ന നടപടിയിലേക്ക് ഒക്കെ കടന്നിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ എങ്ങനെയാണ് അരുൺ പാറയ്ക്കൽ?
റിജിത്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പുഴയുടെ ഗംഗാവാലി പുഴയുടെ മറുകരയിലാണ്. അങ്കോള താലൂക്കിലെ ഒളവറൈ എന്ന ചെറിയ ഗ്രാമപ്രദേശമാണ് ഈ പ്രദേശം. ഈ ശിരൂർ മണ്ണിടിച്ചിലിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു പ്രദേശം കൂടിയാണ്. മനുഷ്യജീവൻ അപഹരിച്ചു, മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റി. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ. ഒരു കാർഷിക ഗ്രാമമാണ്. കൃഷിയെ ആശ്രയിച്ചുകൊണ്ട് ഈ വളർത്തുമൃഗങ്ങളെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ചെറിയ ചെറിയ വീടുകളുള്ള പ്രദേശമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടമുണ്ടായി. റിജിത്ത്, ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ആ ഭാഗത്ത് തെരച്ചിൽ, അതായത് ഈ നദിയിലെയും അതുപോലെ തന്നെ കരഭാഗത്തെയും തെരച്ചിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. കരയിൽ നിന്ന് തെരച്ചിൽ അവസാനിപ്പിച്ച സൈന്യം മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒപ്പം നദിയിലെ തെരച്ചിലും നാവികസേനയും ആർമിയും ഇന്ന് റിജിത്ത്, തൊട്ടപ്പുറത്തെ വീട്, ആ വീടിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ നദിയുടെ ഒരു സംഹാര താണ്ഡവത്തിൽ തകർന്ന വീട് വീണ്ടും തകർന്നടിയുന്ന ഒരു കാഴ്ച. വീണ്ടും മുകൾ നിലയിൽ നിന്ന് ആ വീട് തകർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്. അത്രത്തോളം ഭയാനകമായ സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൈന്യമൊക്കെ ഈ തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. ഒപ്പം നദിയിലെ തെരച്ചിലും ഇന്ന് പൂർണ്ണമായും അവസാനിച്ചു. ഇനി നാളെ കൂടുതൽ ആധുനിക യന്ത്രങ്ങൾ എത്തിക്കുമെന്നാണ് MLA ഉൾപ്പെടെയുള്ളവർ നേരത്തെ സൂചിപ്പിച്ചത്. എന്തായാലും ഈ ഭാഗത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒളവറയിലെ ഒരു നാശനഷ്ടങ്ങൾ അത് വളരെ വേദനിപ്പിക്കുന്നതാണ്, ഭയാനകമാണ്. പല ആളുകളും ഇങ്ങോട്ട് പോകണമെന്നറിയാതെ, ഒരു താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലാതെ, ഭക്ഷണ സാധനങ്ങളില്ലാതെ അങ്ങനെ കഴിയുന്ന ഒരവസ്ഥ. സൈന്യം മടങ്ങുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് രാവിലെ ഒരു മൃതദേഹം ലഭിച്ചിരുന്നു. ഈ ഒളവറയിലെ വീട്ടിൽ നിന്ന് കാണാതായ, വീട്ടിൽ നിന്ന് ഈ നദിയുടെ ഒഴുക്കിൽ ഒലിച്ചുപോയ സണ്ണി ഗൌഡ എന്ന 62-കാരി വയോധിക, അവരെ ഇന്ന് 10 മീറ്ററോളം അകലെയുള്ള ഒരു പ്രദേശത്ത് നിന്നാണ്, ഈ പുഴയിൽ നിന്നാണ് അവരെ കണ്ടെത്തിയത്. തുടർന്ന് ഉച്ചയോടുകൂടി അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായി മൃതദേഹം അവരുടെ തകർന്ന വീട്ടിലെത്തിച്ച് അവിടെ പൊതുദർശനത്തിന് വെച്ചു. ഈ നാട്ടിലെ, അതായത് ഈ ഗ്രാമത്തിലെ കുറച്ചാളുകൾ, വളരെ കുറച്ചാളുകൾ മാത്രമാണ്, 10-30 വീടുകളെ ഗ്രാമത്തിലുള്ളൂ. ആ ആളുകളൊക്കെ വന്ന് അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അതിനുശേഷം അവരുടെ മൃതദേഹം ഈ സമീപ പ്രദേശത്ത് തന്നെയുള്ള ശ്മശാനത്തിലാണ് സംസ്കരിച്ചത്. എന്തായാലും വളരെയേറെ ദുഃഖപൂർണമായ ഒരു അവസ്ഥയാണ് ഈ പ്രദേശത്ത് ഉള്ളത്, ഒളവറയിൽ ഉള്ളത് എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. യാതൊന്നും ഇവിടെ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. 10ഓളം വീടുകൾ പൂർണ്ണമായും ഈ നദിയുടെ ഒഴുക്കിൽ അത് ഒലിച്ചുപോയി. മാത്രമല്ല 30ഓളം വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടമുണ്ടായി. മറ്റൊരു കാര്യം, ഈ പ്രളയ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മരങ്ങളൊക്കെ കടപുഴകി വീഴുന്നത്. പക്ഷെ ഇവിടെയൊക്കെ തെങ്ങ് പകുതിയിൽ നിന്ന് മുറിച്ചു മാറ്റിയ പോലെ മുറിഞ്ഞു തെറിച്ച നിലയിലൊക്കെയാണ് ഈ പ്രദേശത്തെ തെങ്ങുകളൊക്കെ കിടക്കുന്നത്. അത്രത്തോളം വ്യാപ്തിയിൽ, അത്രത്തോളം സമ്മർദ്ദത്തിൽ ഈ വെള്ളം ഇങ്ങനെ പുറത്തേക്ക്, അതായത് ഈ കരഭാഗത്തേക്ക് പ്രവഹിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ റോഡ് പൂർണ്ണമായും ക്ലിയർ ചെയ്തിട്ടുണ്ട് റീജിത്ത്. ഇപ്പോൾ ചെറിയ വാഹനങ്ങളൊക്കെ ആ റോഡ് വഴി നമുക്ക് കടന്നു പോകുന്നത്, ഈ NDRFന്റെ വാഹനങ്ങളൊക്കെ ഈ റോഡ് വഴി കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഡിവൈഡറൊക്കെ സ്ഥാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി നദി കേന്ദ്രീകരിച്ച് മാത്രമാണ് കൂടുതൽ തെരച്ചിൽ നടത്തുന്നത് എന്നുള്ളതുകൊണ്ടാകാം. ശരി, അരുൺ പാറക്കലാണ് ദൃശ്യങ്ങൾ, വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. വേദനാജനകമായ ദൃശ്യമാണത്. ഒരു അപകടം നടന്ന ആ പുഴയുടെ മറുകരയിൽ അത് ഇത്രത്തോളം വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ അപകടത്തിന്റെ വ്യാപ്തി എന്താണ് എന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ അപകടമുണ്ടായതിന് പിന്നാലെ മറുകരയിലേക്ക് അവിടെയുള്ള വീടുകൾ, അവിടെയുള്ള മരങ്ങൾ, അങ്ങനെ ഇതൊക്കെ പൂർണ്ണമായി നശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഒരു വീട് നിൽക്കുന്ന ഇടം, അതിൻ്റെ തറ മാത്രമായി നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു മിനി സുനാമി കണക്കെ വെള്ളം അടിച്ചെത്തുകയായിരുന്നു. ആ വീടുകൾ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. പ്രേക്ഷകർക്ക് അത് ദൃശ്യങ്ങളിൽ കാണാം. എങ്ങോട്ട് പോകണമെന്നറിയാതെ ആ വീടുണ്ടായിരുന്ന ഇടത്ത് കാത്തു നിൽക്കുന്ന കുടുംബങ്ങളെ നമുക്ക് കാണാം. അതിനിടയിലും വളരെ വേദനാജനകമായ ഒരു വിവരം ഇന്ന് പുറത്തു വന്നത്, അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ മൃതദേഹം ഇന്ന് കിട്ടിയെന്നുള്ളതാണ്. അത് 12 കിലോമീറ്ററോളം അകലെ നിന്നാണ് ആ മൃതദേഹം കണ്ടെത്തിയത്. വീട് എന്ന് പറയാൻ കഴിയില്ല, പൊളിഞ്ഞു കിടക്കുന്ന ആ അവസ്ഥയിലേക്ക് അവരുടെ മൃതദേഹം എത്തിക്കുന്നതും അവിടെ പൊതുദർശനം നടക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത്രത്തോളം വേദനാജനകമായ കാഴ്ചയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. വലിയ അപകടം, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തത്ര വലിയ അപകടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 8ാം ദിനത്തിലും പ്രതീക്ഷ നൽകുന്ന യാതൊരു വിവരവും ശിരൂരിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. പുഴയിലേക്കാണ് ഇപ്പോൾ തെരച്ചിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പുഴയിലും പക്ഷേ ഒരുപാട് വെല്ലുവിളികൾ നിലനിൽക്കുന്നു.
ഉണ്ടാകുന്നുണ്ട്. നേരത്തെ അരുൺ പൂപ്പറമ്പിയും ഹാഷ്മി താജ് ഇബ്രാഹിമും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ആ പുഴയ്ക്കകത്ത് വലിയ രീതിയിലുള്ള മൺകൂനകൾ രൂപപ്പെട്ടിരിക്കുന്നു. പുഴയിൽ ദൃശ്യങ്ങൾ ലഭ്യമാകാത്ത വിധത്തിൽ കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ വലിയ രീതിയിൽ ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്നു, മൺതിട്ടകൾ അടിഞ്ഞുകൂടിയിരിക്കുന്നു. അതിനിടയിൽ എവിടെയെങ്കിലും ഈ ലോറിയുണ്ടോ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. അതിനുവേണ്ടി അത്യാധുനികമായ സാങ്കേതിക സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. അത് നാളെ അവിടേക്ക് പുതിയൊരു യന്ത്രം കൂടി എത്താൻ പോകുന്നു എന്നുള്ളതിനെ പ്രതീക്ഷയോടുകൂടി കാണുകയാണ്. ഇന്നത്തെ തെരച്ചിൽ എന്തായാലും അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ വെളിച്ചം വീഴുന്നത് മുതൽ തെരച്ചിൽ പുനരാരംഭിക്കാനാണ് ദൗത്യസംഘത്തിന്റെ തീരുമാനം. നിലവിൽ ഇപ്പോൾ അവിടെ നിന്ന് സൈന്യം മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. ശിരൂരിലെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് ഒടുവിലായി പുറത്തുവരുന്ന ചില വിവരങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് റിട്ടയർഡ് ജനറൽ എം ഇന്ദ്രബാലൻ ശിരൂരിലേക്ക് എന്നുള്ളതാണ്. അർജുനെ കണ്ടെത്താൻ ഇന്റലിജൻസ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിക്കാനുള്ള തീരുമാനമുണ്ടാകുന്നു. ആർമിയിലെ മേജർ ജനറലായിരുന്ന എം ഇന്ദ്രബാലിന്റെ സഹായം തേടി ദൗത്യസേന നാളെ ദൗത്യസംഘത്തിന്റെ ഭാഗമാകുമെന്ന് ഇന്ദ്രബാലൻ അറിയിക്കുന്നുണ്ട്. GPR ടെക്നോളജി ഉപയോഗിച്ച് ലോറി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ കൈവിടുന്നുമില്ല ദൗത്യസംഘം. ഹാഷ്മി താജ് ഇബ്രാഹിം തുടരുന്നുണ്ട്. ഹാഷ്മി, ഇന്നത്തെ തെരച്ചിലും അവസാനിപ്പിക്കുന്നു. ഇനി 9ാം ദിവസം പ്രതീക്ഷയോടുകൂടിയുള്ള കാത്തിരിപ്പ്. അതിനിടയിൽ തന്നെ പുതിയ അത്യാധുനിക സംവിധാനമുള്ള ആ യന്ത്രം വരാൻ പോകുന്നു എന്നുള്ള വിവരം. അതെപ്പോഴേക്കെത്തും? അടുത്ത ദിവസത്തെ, അതായത് 9ാം ദിവസത്തെ അതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെയായിരിക്കും ഹാഷ്മി? എന്തായാലും നിലവിലുള്ള ആക്ഷൻ പ്ലാൻ മതിയാവില്ല എന്ന കാര്യം ഇന്നത്തോടുകൂടി വ്യക്തമാകുന്നു. റിജിത്ത്, പുതിയ ആശയങ്ങൾ പരീക്ഷിക്കണം, പുതിയ രീതികൾ നോക്കണം, അതിനുള്ള ആലോചനകൾ ഉണ്ടാകണം, വിദഗ്ധർ വന്ന് കാണണം, വിദഗ്ധരുടെ ഇൻസൈറ്റ്സ് വിഷയത്തിലെടുക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു സംഘത്തിന് മാത്രം നോക്കി നിന്നാൽ കഴിയാവുന്നതല്ല ഈ ഗംഗാവാലി പുഴയിലെ പരിശോധന. ഇന്നത്തെ ഒരൊറ്റ ദിവസ പരിശോധനയോട് വ്യക്തമായി. അതിന് കാരണം ഈ പുഴയിലെ കനത്ത അടിയൊഴുക്കാണ്. നേവിയുടെ ഡൈവർമാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല. അതിന് ഏറ്റവും അത്യാധുനികമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാധുനികമായ ഇപ്പം നേരത്തെ റീത് പറഞ്ഞ GPR ടെക്നോളജി അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെയുള്ള കൂടുതൽ സംവിധാനങ്ങൾ വന്നാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഈ പുഴയുടെ അടിത്തട്ടിൽ നിന്ന് ലോറി ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. കാര്യം അത്രത്തോളം കലുഷമായി അങ്ങനെ രുദ്രയായി ഒഴുകുകയാണ് ഈ ഗംഗാവാലി പുഴ. മാത്രമല്ല ഇപ്പോഴും മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് മൊത്തം മഴയാണ്. ഈ ദിവസങ്ങളിലൊക്കെ കനത്ത മഴ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനം. അപ്പോൾ അങ്ങനെ മഴ പെയ്യുമ്പോഴേക്കും ഈ പുഴയിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് വല്ലാതെ കൂടും. സ്വാഭാവികമായും അടിയൊഴുക്ക് കൂടും. ഇത് അഴിമുഖത്തോട് ചേർന്ന പ്രദേശമാണ്. ഗോകർണത്ത് ഇത് കടലിനോട് ചേരുന്ന ഭാഗമാണ്. ആ അടിയൊഴുക്കും ആഴവും വല്ലാതെ കൂടും. അപ്പോൾ സ്വാഭാവികമായും ഡൈവർ സംഘത്തിന് ഉള്ള പരിമിതി ഇന്ന് അവിടെ വ്യക്തമാവുകയാണ്. മാത്രമല്ല സോണാർ സംവിധാനങ്ങളുടെ കൂടി പരിമിതി ഇന്ന് വ്യക്തമാവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് പുഴയ്ക്കടിയിൽ കുറേയധികം മലകൾ പോലെ വലിയ മൺകൂനുകൾ രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളിൽ പരിശോധിക്കണമെങ്കിൽ ഡ്രഡ്ജിങ് അടക്കമാണ് കൃത്യമായി വേണ്ടത്. പക്ഷേ ഡ്രഡ്ജിങ്ങിന് മറ്റു അനുമതിയുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കൂടി ഇപ്പോൾ കേൾക്കുന്നു. അതിന്റെ യന്ത്രം എത്താനുള്ള കാലതാമസത്തിന് പിന്നാലെ ഒരുപക്ഷെ അതിനെ മറികടക്കാൻ ഇപ്പോൾ MLA ഇന്ന് രാത്രി കൊണ്ടുവരുന്ന യന്ത്രം കൊണ്ട് സഹായകരമാകുമോ എന്നുള്ളതാണ് രക്ഷാദൗത്യ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ. ഇന്നിപ്പോൾ അല്പസമയം മുൻപാണ് മുക്കത്ത് നിന്ന് ഒരു സംഘം ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. റിജിത്ത്, മുക്കത്ത് അവിടുത്തെ എന്റെ മുക്കം കൂട്ടായ്മ എന്ന ഒരു കൂട്ടായ്മയായിരുന്നു അത്. അവർ ഡൈവർമാരാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ പുഴയിലൊക്കെ ഇറങ്ങി പരിശോധിക്കുന്ന രക്ഷാദൗത്യത്തിനൊക്കെ പോകുന്ന വളരെ എക്സ്പെർട്ടായ സംഘമായിരുന്നു. അവർ രാവിലെ തന്നെ അവരുടെ എല്ലാവിധ ഉപകരണങ്ങളും ഒക്കെ വന്നിരുന്നു. ഡിങ്കി ബോട്ടുകളടക്കം അവരുടെ രക്ഷാ ജാക്കറ്റുകളും ഓക്സിജൻ സിലിണ്ടറും അടക്കം അവർ വന്നിരുന്നു. അവർ എങ്ങനെയെങ്കിലും അകത്തേക്ക് കടക്കാൻ എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ അല്പസമയം മുൻപ് അവർ അകത്തേക്ക് പോയിട്ടുണ്ട്. അവർ ഇത്രയും നേരവും അവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ അനുമതി നിഷേധിക്കുകയായിരുന്നു. മാത്രമല്ല ഇന്ന് രാവിലെ മുതൽ തന്നെ മലയാളി രക്ഷാദൗത്യ പ്രവർത്തകർക്ക് ഇന്നകത്തേക്ക് അവരെ കടത്തേണ്ടതില്ല എന്ന് ഭരണകൂടം തീരുമാനിച്ചതാണ്. മാത്രമല്ല മാധ്യമപ്രവർത്തനം കടത്താൻ തീരുമാനിച്ചതാണ്. ഈ സമയം അത്രയും അവർ എങ്ങനെയെങ്കിലും ഒന്ന് ഇടപെടാൻ കഴിയുമോ, അല്ലെങ്കിൽ ഒരു പരിശോധന നടത്താൻ കഴിയുമോ എന്ന പ്രതീക്ഷയിൽ നോക്കി നിൽക്കലായിരുന്നു. പക്ഷേ അനുമതി കിട്ടിയിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ലൈവ് തുറന്നതിന് തൊട്ട് മുമ്പാണ് ആ സംഘം അകത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുറത്തു നിന്നുള്ളവരുടെ സഹായം കൂടി ആ പരിശോധനയ്ക്ക് നേവി സ്വീകരിക്കുകയാണോ എന്നറിയില്ല. എന്തായാലും ഇന്നത്തെ പരിശോധന കഴിഞ്ഞിട്ടുണ്ട്. നേവിയുടെ ഇന്നത്തെ പരിശോധന കഴിഞ്ഞതാണ്. ഈ സംഘം അങ്ങോട്ടേക്ക് ഇനി അവർ പുറത്തേക്ക് വരുമ്പോൾ അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം എന്ന പ്രതീക്ഷയിലാണ്. റിജിത്ത്, ഒരു കാര്യം ഉറപ്പാണ്, എട്ടാം നാൾ കഴിയുന്നു. കാണാമറയത്താണ് ഇപ്പോഴും അർജുനെ കുറിച്ച് ഏതെങ്കിലും സൂചനകളോ അർജുന്റെ വണ്ടിയെക്കുറിച്ച് ഏതെങ്കിലും സൂചനകളോ പോസിറ്റീവായി ഇപ്പോഴും നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ നൽകാനില്ല. നാളെ 9ാം നാൾ കുറച്ചുകൂടി മാസീവായ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കുറച്ചുകൂടി ടെക്നോളജിക്ക് അഡ്വാൻസ് ആയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, വരുന്ന വിദഗ്ധരുടെ ചില ഐഡിയാസ് കൂടി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന കുറച്ചുകൂടി സ്മാർട്ടായ രക്ഷാപ്രവർത്തന രീതി ഉണ്ടായാൽ ഒരു പക്ഷേ നാളെയെങ്കിലും 9ാം നാളായ നാളെയെങ്കിലും ഏതെങ്കിലും ഒരു സൂചന ഈ പുഴക്കടിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. റിജിത്ത്.
ശരി, ഹാഷ്മി താജ് ഇബ്രാഹിം അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എന്തായാലും ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നാളെ ദൗത്യം വീണ്ടും തുടരും. നാളെ രാവിലെ മുതൽ തന്നെ ദൗത്യം തുടരും എന്നാണ് ദൗത്യസംഘം അറിയിക്കുന്നത്. നിലവിലെ സംവിധാനങ്ങൾ കൊണ്ട് അത്രയും വെല്ലുവിളി അവിടെ നിലനിൽക്കുന്നതിനാൽ തന്നെ നിലവിലെ സംവിധാനം കൊണ്ട് തിരച്ചിൽ വിജയത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് ഏതാണ്ട് ഉറപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സംവിധാനങ്ങൾ, കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ, കൂടുതൽ സാധ്യതകൾ പരീക്ഷിക്കാനുള്ള ശ്രമം ദൗത്യസംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. എന്തായാലും ഇപ്പോഴും കാണാമറിയത്ത് തന്നെ തുടരുകയാണ് അർജുൻ. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പശ്ചാത്തല, അടിസ്ഥാന സൗകര്യ, തൊഴിൽ, നിക്ഷേപ, കാർഷിക മേഖലകളിൽ ജനപ്രിയ നിർദ്ദേശങ്ങളുമായി മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ്. ബജറ്റിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ഇക്കുറി ലഭിച്ചത് ആന്ധ്രാപ്രദേശിനും ബീഹാറിനുമാണ്. ബീഹാറിന് 26,000 കോടിയുടെയും ആന്ധ്രയ്ക്ക് 15,000 കോടിയുടെയും വിവിധ പദ്ധതികൾ പ്രകാരം ഉള്ള തുക ലഭിക്കുന്നുണ്ട്. സഖ്യകക്ഷിയായ JDU-വിനെയും തെലുങ്കുദേശം പാർട്ടിയെയും തൃപ്തിപ്പെടുത്താൻ ബജറ്റിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്, വിമർശനം ഉയരുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യത്തിന് നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനുമുള്ള ഉപകാരസ്മരണയായി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ്. 15,000 കോടിയുടെ പ്രത്യേക ധനസഹായമാണ് ആന്ധ്രാപ്രദേശിന് ലഭിക്കുക. 26,000 കോടിയും വിമാനത്താവളങ്ങളും മെഡിക്കൽ കോളേജും ഉൾപ്പെടെ നീളുന്നു ബീഹാറിനുള്ള ബഡ്ജറ്റ് വിഹിതം. We will formulate a plan, Purvodaya, for the all-round development of the eastern region of the country, covering Bihar, Jharkhand, West Bengal, Odisha and Andhra Pradesh. ആദായ നികുതി സ്ലാബുകൾ പുതിയ നികുതി വ്യവസ്ഥയിൽ പുതുക്കി. 3 ലക്ഷം രൂപ വരെ നികുതിയില്ല. 7 ലക്ഷം രൂപ വരെ 5%, 10 ലക്ഷം രൂപ വരെ 10%, 12 ലക്ഷം രൂപ വരെ 15%, 15 ലക്ഷത്തിനു മേൽ 20%, 15 ലക്ഷത്തിന് മുകളിൽ 30% നികുതി നൽകണം. പെൻഷൻകാർക്കുള്ള കുടുംബ പെൻഷന്റെ നികുതി ഇളവ് 25,000 രൂപയായി ഉയർത്തി. 1961 ആദായ നികുതി നിയമം പരിഷ്കരിക്കും. ചാരിറ്റികൾക്കുള്ള 2 നികുതി ഇളവ് വ്യവസ്ഥകൾ ഒന്നായി ലയിപ്പിക്കും. മറ്റു പ്രധാന പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ: യുവാക്കൾക്കായി 2 ലക്ഷം കോടിയുടെ പദ്ധതി. 1.48 ലക്ഷം കോടി രൂപ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും തൊഴിൽ നൈപുണ്യത്തിനും. കൃഷിക്ക് 1.52 ലക്ഷം കോടി രൂപ. സംസ്ഥാനങ്ങളുമായി ചേർന്ന് 400 ജില്ലകളിൽ ഡിജിറ്റൽ ക്രോപ്പ് സർവേ. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന 5 വർഷത്തേക്ക് നീട്ടും. തദ്ദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് 10 ലക്ഷം രൂപ വരെ വായ്പ 3% പലിശ ഇളവിൽ ലഭ്യമാക്കും. സ്വർണം, വെള്ളി ഇവയുടെ ഇറക്കുമതി നികുതി 6% കുറച്ചു. രാജ്യത്ത് 1000 വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ. ആദ്യമായി സ്വകാര്യ മേഖലയിൽ ജോലിക്ക് കയറുന്ന എല്ലാവർക്കും EPFO അംഗമാകുമ്പോൾ 1 മാസത്തെ ശമ്പളം സർക്കാർ നൽകും. തൊഴിലുടമകൾക്ക് 4 വർഷത്തെ PF സഹായ പദ്ധതി. PM ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തി 3 കോടി വീടുകൾ കൂടി നിർമ്മിക്കും. വനിതകൾക്കും പെൺകുട്ടികൾക്കുമായി 3 ലക്ഷം കോടിയുടെ പ്രത്യേക പദ്ധതി. മുദ്രാ ലോണിന്റെ പരിധി 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമാക്കും. സ്വകാര്യ മേഖലയിലെ 500 പ്രധാന കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നവർക്ക് 5,000 രൂപ പ്രതിമാസം ലഭിക്കും. 30 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള 14 നഗരങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രത്യേക പദ്ധതി. അടിസ്ഥാന സൗകര്യ മേഖലയിൽ 11,11,111 കോടി രൂപ വിനിയോഗിക്കും. ഹിമാചൽ പ്രദേശ്, അസം, ഉത്തരാഖണ്ഡ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളുടെ വെള്ളപ്പൊക്ക നിവാരണ പദ്ധതികൾക്ക് അധിക സഹായം. അർബുദ ചികിത്സയ്ക്കുള്ള 3 മരുന്നുകളെ കൂടി കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കി. Medicine and medical equipments. To provide relief to cancer patients, I propose to fully exempt 3 more medicines from customs duties. എല്ലാ സാമ്പത്തികേതര ആസ്തികളുടെയും ദീർഘകാല മൂലധന നേട്ടത്തിന് 12.5% നികുതി ഈടാക്കും. അറ്റ നികുതി വരുമാനം 25.83 ലക്ഷം കോടി രൂപയായും ധനക്കമ്മി GDP-യുടെ 4.9%-ആയും ബഡ്ജറ്റ് വ്യക്തമാക്കുന്നു. ഒരു ബഡ്ജറ്റ് വിജയിക്കുന്നത് ആ ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി പ്രവൃത്തിപഥത്തിൽ എത്തുമ്പോഴാണ്. നിർമ്മലാ സീതാരാമനെ സംബന്ധിച്ച് ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ ഏറെ ജനകീയമാണെങ്കിലും വിഭവസമാഹരണം അതിനടിസ്ഥാനമായി നടത്തിയാൽ മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. സാധിക്കുമെന്ന പ്രതീക്ഷയാണ് സർക്കാർ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷവും പങ്കുവയ്ക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ക്യാമറമാൻ ആശിഷ് മട്ടുവിനോടൊപ്പം R. രാധാകൃഷ്ണൻ, 24. നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ കേരളത്തിന് എന്തൊക്കെയുണ്ട് എന്നുള്ള ചോദ്യത്തിന് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ളതാണ് ഉത്തരം. ബജറ്റ് പ്രസംഗത്തിൽ ഒരിടത്ത് പോലും പരാമർശിക്കപ്പെട്ടില്ല കേരളം. സംസ്ഥാനത്ത് താമര വിരിയിച്ചതിന് അർഹിക്കുന്ന അംഗീകാരം ഉണ്ടാകുമെന്ന BJP നേതാക്കളുടെ പ്രചാരണത്തിന് ഘടകവിരുദ്ധവുമായിരുന്നു ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ. ആന്ധ്ര, ബീഹാർ സ്പെഷ്യൽ എന്ന് വിളിക്കാവുന്ന പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത് എന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. അത് ആയുധമാക്കി മാറ്റുന്നുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾ കേരളം മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേക പാക്കേജ്, അതുപോലെ പ്രളയ ദുരിത സഹായം, എയിംസ് പോലുള്ള വലിയ
പദ്ധതികൾ. പക്ഷേ അതിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായില്ല. അതിൽ നിരാശരുമാണ് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ. റിപ്പോർട്ടിലേക്ക്. ചോദിച്ച് ചോദ്യങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു കേരളം. എന്നാൽ ഇക്കുറി പ്രതീക്ഷയുടെ നേരിയ പ്രകാശമുണ്ടായിരുന്നു. ബജറ്റിനു മുൻപ് കേന്ദ്ര ധനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുണ്ടായ നേരിയ ആത്മവിശ്വാസത്തിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കത്ത് രൂപത്തിലാക്കി കൈമാറിയത്. ചോദിച്ചതൊന്നും തന്നെ ബജറ്റ് പ്രഖ്യാപനത്തിൽ പരിഗണിക്കപ്പെട്ടില്ല. പ്രത്യേക പാക്കേജോ ട്രെയിനുകളോ സിൽവർ ലൈനോ ഒന്നും ബജറ്റ് പ്രസംഗത്തിൽ എവിടെയും ഇടം പിടിച്ചില്ല. പിൽഗ്രിം സർക്യൂട്ടുകൾ കേരളത്തിൽ വരുമെന്ന് സംസ്ഥാനത്തിന്റെ സ്വന്തം കേന്ദ്ര ടൂറിസം മന്ത്രി സൂചനകൾ നൽകിയത് ആ വഴിക്ക് പ്രതീക്ഷയേറ്റിയിരുന്നു. ടൂറിസം മേഖലയിലെ പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി വായിക്കുമ്പോൾ കേരളമെന്ന് കേൾക്കാൻ കാതോർത്തിരുന്നവർക്ക് നിരാശയായിരുന്നു ഫലം. റോഡ് വികസനത്തെക്കുറിച്ച് ധനമന്ത്രി വാചാലയായെങ്കിലും വയനാട് തുരങ്കപാതയും പരിഗണിക്കപ്പെട്ടില്ല. മൂന്നാറിലേക്ക് റെയിൽവേ തിരിച്ചുകൊണ്ടുവരുമെന്ന പ്രതീക്ഷയും റബ്ബറിന്റെ താങ്ങുവില 250 ഉയർത്തുമെന്ന പ്രതീക്ഷയും വെള്ളത്തിൽ വരച്ച വര പോലെയായി. ദേശീയപാതാ വിഹിതം ഉൾപ്പെടെ വൻ വിഹിതം മാറ്റിവെച്ചിട്ടുള്ള പൊതുപദ്ധതികളിലാണ് ഇനി സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. സംസ്ഥാനങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1.5 ലക്ഷം കോടി പലിശരഹിത വായ്പ നൽകാൻ നീക്കിവെച്ചതിൽ എന്തെങ്കിലും കിട്ടുമെന്നും കരുതാം. ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയെന്നോണം ആന്ധ്രയ്ക്കും ബീഹാറിനും വാരിക്കോരി നൽകി ഇതൊരു പ്രത്യുപകാര ബജറ്റെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തു ധനമന്ത്രി. തൊഴിൽ സൃഷ്ടിക്കുള്ള അനുബന്ധ ആനുകൂല്യങ്ങളും മറ്റു വിശാല പ്രഖ്യാപനങ്ങളും കേരളത്തിലുള്ളവർക്കും ബാധകമാകുമെന്നും BJP ഭരിക്കുന്ന UPAയും പരിഗണിച്ചില്ലല്ലോ എന്നും ആശ്വസിക്കാം. ബജറ്റിന് പുറത്ത് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, അതോ ഒരു MP-ക്ക് പകരം 2 കേന്ദ്രമന്ത്രിമാർ എന്നത് മാത്രമായി ഒതുങ്ങുമോ കേരളത്തിനുള്ള പരിഗണനയെന്ന് കണ്ടറിയണം. ഫൈനാൻഷ്യൽ ഡെസ്ക് 24. ബജറ്റിനെതിരെ പ്രതിഷേധിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിക്കുന്നു. ആ വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നാളെ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിക്കും. ഇരു സഭകളിലും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനും ഇന്ത്യ മുന്നണിയുടെ തീരുമാനമുണ്ടാകുന്നു. സമാനതകളില്ലാത്തൊരു പ്രതിഷേധം ഇന്ന് മലപ്പുറം തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കണ്ടു. വിദ്യാർത്ഥികളുടെ പ്രതിഷേധമായിരുന്നു അത്. സ്കൂളിൻ്റെ മേൽക്കൂരയിൽ നിന്ന് ഉച്ചഭക്ഷണത്തിൽ പുഴു വീണതിനെ തുടർന്ന് റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് വിദ്യാർത്ഥികൾ കടക്കുകയായിരുന്നു. മലപ്പുറം തിരൂർ BP അങ്ങാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സമരവുമായി രംഗത്തെത്തിയത്. നിരന്തരം പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ മുമ്പിലേക്ക് ആ വിഷയം വെച്ചിട്ടും നടപടിയില്ലാതെ വന്നതോടെയാണ് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങേണ്ടി വന്നത്. തെരുവിലിറങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. സ്കൂളിന് സമീപത്തെ മരം മുറിച്ചു മാറ്റുമെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ ഫണ്ട് അനുവദിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. തിരൂർ BP അങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ 2-3 മണിക്കൂറാണ് ഈ സ്കൂളിന് മുൻവശത്തെ റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരം ചെയ്തത്. അവർ പറയുന്നത് സ്കൂളിലെ ഭൗതിക നിലവാരം കുറവാണെന്നും അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും സ്കൂളിൽ നിന്നും മേൽക്കൂരയിൽ നിന്നും പുഴു ഭക്ഷണത്തിലേക്ക് വീഴുന്നു എന്നുള്ളതുമാണ് വിദ്യാർത്ഥികൾ പരാതിയായി പറയുന്നത്. പഠിക്കേണ്ട സമയത്ത് വിദ്യാർത്ഥികളെ അധികൃതരാണ് സമരത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഞങ്ങൾക്ക് സുരക്ഷിതമായ ക്ലാസ് മുറിയില്ല. ഓടിട്ട മേൽക്കൂരയിൽ നിന്ന് ഭക്ഷണത്തിലേക്കും ശരീരത്തിലേക്കും പുഴുക്കൾ വീഴുന്നു. സുരക്ഷിതമായ ശുചിമുറിയില്ല. നിരന്തരമായി പറഞ്ഞുമെടുത്ത പരാതികൾ കുട്ടികൾ 24-ന് മുന്നിൽ നിരത്തി. ഞങ്ങളവിടെ രാവിലെ അവിടെ ക്ലാസ് ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു കുട്ടിന്റെ മേത്ത് പുഴു വീണ് ഞങ്ങൾ എന്താക്കി ആ പോട്ടെ, അപ്പൊ ഞങ്ങൾ മിസ് പറഞ്ഞു സാരില്ല പോട്ടെ അഡ്ജസ്റ്റ് ചെയ്തതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അത് തട്ടിക്കളഞ്ഞ്. പിന്നെ എന്താക്കി, പിന്നെ ഉണ്ട് ഉച്ചക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചോടിക്കുമ്പോൾ ഞങ്ങൾ ചോർക്ക് പുഴു വീണ്. ഇത് എത്ര കാലമായിട്ടുള്ള പ്രശ്നമാണ്. ബാത്റൂം കണ്ടിക്കണ ഒട്ടും വൃത്തിയില്ലാതെ ബാത്റൂം. ഇവിടെ ഗേൾസിന് ആകപ്പാടെ ഇവിടെ എത്ര കുട്ടികളുണ്ടെന്ന് അറിയാം. ആകപ്പാടെ 4 ബാത്റൂം അവിടെ ഉള്ളത്. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾ ടീച്ചേഴ്സ് ഇരിക്കണ സ്റ്റാഫ് റൂം ആണെങ്കിൽ പോലും ഒരു സൗകര്യം ഇല്ലാത്തതാണ്. ഒരു കാറ്റ് വന്ന പൊല്ലാടും, അങ്ങനത്തെ രീതിയിലാണ് നിൽക്കുന്നത്. അവകാശത്തിനായി മുദ്രാവാക്യം വിളികളുമായി വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിച്ചു. എല്ലാ ക്ലാസ് റൂമിന്റെ അവസ്ഥകൾ കാണണം. നിറയെ പുഴു ഏലികളൊക്കെ ഇങ്ങനെ നടക്കണം. അതിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് ഞങ്ങൾ പഠിക്കണം. ഞങ്ങൾ ബാക്കിയുള്ളവരെ മാതിരി പഠിച്ചു വിടത്തിയവരാണ്. ഞങ്ങൾ ഈ സ്കൂളിൽ വന്നതിന്റെ ശേഷം ഞങ്ങൾ എന്നും ക്ലാസ് പറയും. ഞങ്ങൾക്ക് പഠിക്കാൻ ടൈം കിട്ടിയില്ല. ഞങ്ങളെ ടീച്ചേഴ്സ് ആണെങ്കിൽ എന്നും ഇതിന് വേണ്ടി ഇറങ്ങും. ഞങ്ങൾ ടീച്ചേഴ്സിന് പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇത്രയും ദിവസമായി ഞങ്ങൾ സ്കൂളിൽ വന്നിട്ട് ഇതുവരെ ആയിട്ട് ഞങ്ങൾക്ക് സ്വസ്ഥത ഒരു ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഭക്ഷണം കഴിക്കുന്നതിനിടെ പുഴു ചോറ്റുപാത്രത്തിൽ വീണതോടെയാണ് വിദ്യാർത്ഥികൾ രോഷാകുലരായത്. നിസ്സഹായനായി സ്കൂൾ പ്രിൻസിപ്പലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് സമ്മതിച്ചു. ഇവിടെ സ്കൂളിൽ സൗകര്യം ഇല്ല എന്നുള്ളത് സത്യമാണ്. സൗകര്യം എന്ന് പറഞ്ഞാൽ ഒക്കെ ഓടിട്ട റൂമുകളാണ് ഉള്ളത്. അപ്പോൾ ഓടുള്ള റൂമുകളായതുകൊണ്ട് അതിൽ പിന്നെ വർഷക്കാലം ആകുമ്പോൾ
പിന്നെ ഈ ചിരട്ട പോലത്തെ ചില പുഴുകൾ വീഴുന്നുണ്ട്. ഹയർ സെക്കൻഡറി ക്ലാസുകൾ നടക്കുന്ന കെട്ടിടമാണ് എന്റെ തൊട്ട് പിന്നിൽ കാണുന്നത്. 110 വർഷത്തോളം ഇതിന് പഴക്കമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരും അധ്യാപകരും ഒരുപോലെ വ്യക്തമാക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്നാണ് ഈ പുഴു വിദ്യാർത്ഥികളുടെ ദേഹത്തേക്ക് വീഴുന്നത്. അതിന് കാരണം ഈ കെട്ടിടത്തിന്റെ ശോചനാവസ്ഥ തന്നെയാണ്. ഈ കെട്ടിടം റോഡും തമ്മിൽ വേർതിരിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ ചുമർ മാത്രമാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇതുവഴി പോകുന്ന വാഹനങ്ങളുടെ ശബ്ദം കാരണം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനോ മറ്റോ സാധിക്കുന്നില്ല. ഏതെങ്കിലും വാഹനം അപകടം വരുത്തി വെക്കുകയാണെങ്കിൽ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മേൽക്കൂര മുഴുവനായി വിദ്യാർത്ഥികളുടെ ദേഹത്ത് വീഴുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടാകും. ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു. മന്ത്രി വി ശിവൻകുട്ടി RDDയോട് റിപ്പോർട്ട് തേടി. സ്കൂളിന് പുതിയ കെട്ടിടം പണിയുന്നതിനടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 3,90,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. സാങ്കേതിക നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി അടിയന്തരമായ കെട്ടിടം പണിയാനുള്ള നടപടി ഉണ്ടാകും. പ്രിൻസിപ്പാളിനോട് സംസാരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളും കോമ്പൗണ്ടും അടിയന്തരമായി ശുചീകരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന് മുകളിലേക്ക് ചാഞ്ഞ പുഴുശല്യമുണ്ടാക്കുന്ന മരം മുറിക്കാൻ പ്രിൻസിപ്പലിന് നിർദ്ദേശം നൽകി. പുതിയ കെട്ടിടം പണിയാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ 4.5 മണിക്കൂർ സമരം ചെയ്യേണ്ടി വന്നു അധികൃതരുടെ കണ്ണു തുറപ്പിക്കാൻ. വിദ്യാർത്ഥികളെ നിങ്ങൾ പൊളിയാണ്. ക്യാമറമാൻ അബിത് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. വ്യത്യസ്തമായ ഒരു പ്രതിഷേധം ഇന്ന് എറണാകുളത്തും നമ്മൾ കണ്ടു. അറ്റകുറ്റപ്പണിക്ക് ശേഷം തുറന്നുകൊടുത്ത കുണ്ടന്നൂർ തേവര പാലത്തിൽ ഇരട്ടി ദുരിതമായിരിക്കുകയാണ്. പാലത്തിലെ കുഴിയടക്കൽ പേരിന് മാത്രം എന്നാരോപിച്ചുകൊണ്ട് മരട് നഗരസഭ രംഗത്തെത്തിയിട്ടുണ്ട്. പാലത്തിൽ അരി വറുത്തായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഒടുവിൽ സുഗമമായ യാത്ര പ്രതീക്ഷിച്ച് കുണ്ടന്നൂർ തേവര പാലത്തിലെത്തിയ യാത്രക്കാർക്ക് ദേശീയപാത അധികൃതർ ഒരുക്കിയത് ഇരുട്ടടി. റീടാറിംഗ് പ്രതീക്ഷിച്ച നാട്ടുകാർ കണ്ടത് മെറ്റലും പാറപ്പൊടിയും ചേർത്ത കുഴിയടയ്ക്കൽ. പലയിടങ്ങളിലും കല്ലുകൾ ഇളകിത്തുടങ്ങി. അറ്റകുറ്റപ്പണി ചെയ്ത റോഡ് ഒരാഴ്ച പോലും നിൽക്കില്ലെന്ന് നഗരസഭാ ചെയർമാൻ ആന്റണി ആശംപറമ്പിൽ 24നോട്. ഇത് പ്രകസനം മാത്രമല്ല, കാരണം നിലവിലുണ്ടായതിൽക്കാലൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിപാടി ചെയ്തു വെച്ചിട്ടുള്ളത്. കാരണം ഈ കാണുന്ന മുഴുവൻ മെറ്റിൽ പൊടി, അവിടെ ടാറെല്ലാം ചെയ്യേണ്ട സ്ഥലത്താണ് മെറ്റിൽ പൊടി കൊണ്ടുവന്ന് തൂകി ഈ കുഴികളെല്ലാം അടച്ച്. ഇപ്പൊ ഇന്നലെ ഞങ്ങൾ വൈകിട്ട് നടക്കാൻ വരുമ്പോൾ പോലും ഇവിടെ കൂടെ നമുക്ക് നടക്കാൻ പറ്റാത്ത, കാരണം ആ പൊടി പറഞ്ഞിട്ട്. അപ്പൊ ഇന്നത്തെ വെയിലോടുകൂടി ആകുമ്പോൾ ഇന്നും മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം അത്ര നിലവാരം കുറഞ്ഞ രീതിയിൽ 1.5 മെറ്റിൽ കൊണ്ടുവന്ന് വെറുതെ നമ്മുടെ സാധാരണ ഇടവഴികളെല്ലാം ഈ ചെയ്യുന്നത് പോലത്തെ ഒരു നിർമ്മാണ രീതിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. അറ്റകുറ്റപ്പണിയിലെ അപാകത മാത്രമല്ല, പൊടിശല്യവും യാത്രാ ദുരിതം ഇരട്ടിയാക്കി. വേറെല്ലാം കൊണ്ട് വേറെ തോണ്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഇളകും. ഇത് ഒരു മഴ പെയ്തിട്ടില്ല. ഇത് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഒലിച്ചു പോണ അവസ്ഥയാണ്. നമ്മളുടെ ജനങ്ങളുടെ പൈസ, നമ്മൾ ടാക്സ് കൊടുക്കുന്ന പൈസ എന്തായിക്കോട്ടെ, ചെയ്യുന്ന പണി അത് വെടുപ്പായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ദിവസത്തേക്കല്ലല്ലോ. ഇത് കാലാകാലങ്ങൾക്ക് വേണ്ടി നമ്മൊരു വീട് പണിയുന്നതായാലും റോഡ് പണിയുന്നതായാലും കാലാകാലങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ശരിക്കും ഈ റോഡിലൂടെയുള്ള യാത്ര കുറച്ച് നാളായിട്ട് ഭയങ്കര ദുഷ്കരമായിരുന്നു. പക്ഷെ ഇതിനകത്ത് സംഭവിക്കുന്ന ഇതിന്റെ പരാജയം എന്ന് പറഞ്ഞത് ഭരണപക്ഷത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ അല്ല, ഇവിടുത്തെ ജനങ്ങളുടെ. ഇതിന്റെ രണ്ടറ്റത്തും ജനങ്ങൾ താമസിക്കുന്നത് വളരെ കുറവ്. ഇതിലെ യാത്ര ചെയ്യുന്നത് തോപ്പുംപടി ഭാഗത്തുനിന്ന് വരുന്നവരാ. ഈ പാലം തീരുന്ന അലക്സാണ്ടർ പറമ്പിത്തറ പാലം, അത് കഴിയുമ്പോൾ അവിടെ താമസക്കാരില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. ദേശീയപാതയിലെ തിരക്കേറിയ പാലം 2 ദിവസം അടച്ചിട്ടും പ്രഹസനമായ അറ്റകുറ്റപ്പണിയിൽ നാട്ടുകാർ അരി വറുത്താണ് പ്രതിഷേധിച്ചത്. വിരലുകൊണ്ട് അമർത്തിയാൽ ഇളകിപ്പോകുന്ന നിലയിലാണ് ദേശീയപാത അധികൃതരുടെ ഈ അറ്റകുറ്റപ്പണി. യാത്ര സുഗമമാക്കാൻ വേണ്ടി നടത്തിയ അറ്റകുറ്റപ്പണിക്ക് ഒരു മഴക്കാലത്തിന്റെ ആയുസ് മാത്രമേ ഉള്ളൂ. കുണ്ടന്നൂരിൽ നിന്ന് BS രാഹുലിനൊപ്പം നിതിൻ അംബുജൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ശിരൂരിലെ രക്ഷാദൗത്യത്തിന്റെ അർജുനായുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള ചില പുതിയ വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കേണ്ടതുണ്ട്. നേരത്തെ അതിൻ്റെ ചില വിവരങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രബാലനും ശിരൂരിലെ രക്ഷാദൗത്യത്തിൽ പങ്കുചേരാൻ പോവുകയാണ്. അർജുനെ കണ്ടെത്താൻ ഇന്റലിജൻസ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിക്കാനാണ് തീരുമാനം. M ഇന്ദ്രബാലൻ നാളെ ദൗത്യസംഘത്തിൻ്റെ ഭാഗമാകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ അരുൺ പാറയ്ക്കൽ ശിരൂരിൽ നിന്ന് നൽകും. അരുൺ, ഒരുപാട് വെല്ലുവിളികളുണ്ട്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളുടെ ഒപ്പം തന്നെ വിദഗ്ധരുടെ അഭിപ്രായം കൂടി തേടുക, അവരുടെ വിലയിരുത്തലുകൾ കൂടി പരിഗണിച്ചതിന് ശേഷം ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ള നിലയിലേക്കൊക്കെ ദൗത്യസംഘം കടക്കുന്നുണ്ട്. M ഇന്ദ്രബാലൻ നാളെ എപ്പോഴേക്കാണ് ഈ ദൗത്യസംഘത്തിൻ്റെ ഭാഗമാകുന്നത്? അരുൺ.
റിജിത്ത്, നാളെ രാവിലെ 10 മണിയോടുകൂടി റിട്ടയർഡ് ജനറൽ എം ഇന്ദ്രപാലൻ ശിരൂരിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 മണിയോടെ അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് കൂടുതൽ വിദഗ്ധ ഉപദേശമാണ് ഇനി വേണ്ടത്. മാത്രമല്ല, വിദഗ്ധരുടെ സേവനം അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ഈ പുഴയുടെ അടിയൊഴുക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. അത് മാത്രമല്ല, ഈ പുഴയിൽ മണ്ണ് അടിഞ്ഞുകൂടി, അതായത് പുഴയുടെ വെള്ളത്തിന് മുകളിലേക്ക് പോലും ഈ മണ്ണ് അടിഞ്ഞുകൂടിയ ഒരു സാഹചര്യമുണ്ട്. ഒരു ചെറിയ ദ്വീപ് പോലെയൊക്കെ ഈ പുഴയുടെ നടുക്ക് രൂപപ്പെട്ട ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതിനൊക്കെ മറികടന്നുകൊണ്ട് ആ അടിയൊഴുക്കിനെയും ഈ ശക്തമായ മഴയെയും കാറ്റിനെയും തരണം ചെയ്തുകൊണ്ട് ഇനി തെരച്ചിൽ നടത്തണം. ഇനി ഏക ഒരു ആശ്രയം പുഴ മാത്രമാണ്. ഈ ഗംഗാവലി നദി കേന്ദ്രീകരിച്ചാണ് ഇനി പ്രധാനമായും തെരച്ചിൽ നടത്തേണ്ടത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നാവികസേനയും അതുപോലെ തന്നെ സൈന്യവും നടത്തുന്നത്. ഇന്ന് നദി കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും വലിയ പ്രതീക്ഷകളൊന്നും തന്നെ ഒന്നും ഉണ്ടായില്ല. വീണ്ടും ഈ കരയിലെ മണ്ണ് നീക്കം ചെയ്തു. തുടർന്ന് റോഡ് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു. അതിനപ്പുറത്തേക്ക് ഇന്ന് തെരച്ചിലൊന്നും നടത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ പുഴയിൽ നടത്തിയിരുന്നു. പക്ഷേ ശക്തമായ കാറ്റും മഴയും ഈ തെരച്ചിലിലേക്ക് രക്ഷാദൗത്യത്തെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ഇനി നാളെ തെരച്ചിൽ തുടരുക എന്നുള്ളത് പ്രധാനമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ റിട്ടയർഡ് ജനറലെ പോലുള്ള ആളുകൾ അവർ ഈ ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതായത് ഇന്റലിജൻസ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഒക്കെ ഉപയോഗിക്കാനുള്ള തീരുമാനം എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു വിദഗ്ധ ഉപദേശം വേണം, ഒപ്പം വിദഗ്ധന്മാരുടെ സഹായം വേണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. നാളെ കൂടുതൽ ആധുനിക യന്ത്രങ്ങൾ ഇവിടെ എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ 30 മീറ്ററോളം താഴ്ചയിലുള്ള ആ മണ്ണ്, 30 മീറ്ററോളം ആഴമുണ്ട് ഈ പുഴയ്ക്ക് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഈ മണ്ണ് അതിനു മുകളിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം താഴ്ചയുള്ള പ്രദേശത്ത് നിന്ന് ഈ മണ്ണ് നീക്കം ചെയ്യണം. എന്നിട്ട് ഈ സംവിധാനങ്ങളൊക്കെ തന്നെ കണ്ടെത്തണം. അതിനുള്ള ശ്രമമാണ്. ഈ ലോറിയുടെ സാന്നിധ്യം, ലോഹ സാന്നിധ്യം എവിടെയെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ എന്ന ഒരു സാധ്യതയാണ്. അരുൺ, ഈ പുഴയിലെ തെരച്ചിൽ, നദിയിലെ തെരച്ചിൽ അതീവ ദുഷ്കരമാണ്. സാധാരണ തെരച്ചിൽ അവസാനിപ്പിക്കുന്നതിനേക്കാൾ നേരത്തെ ഇന്ന് തെരച്ചിൽ അവസാനിപ്പിക്കാൻ കാരണം അത് തിരിച്ചറിഞ്ഞിട്ടുമാണ്. ഈ നിലയിൽ ഈ നിലവിലുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ തെരച്ചിൽ കൊണ്ട് ഗുണമുണ്ടാകില്ല എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഉണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഇനിയിപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ, കൂടുതൽ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലൊക്കെയുള്ള തിരച്ചിൽ നടക്കാൻ പോകുന്നു. നാളെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ യന്ത്രം, ഈ പുഴയിലുള്ള മൺകൂനയിൽ തിരച്ചിൽ നടത്താൻ കഴിയുന്ന യന്ത്രമൊക്കെ എത്താൻ പോകുന്നു. അത് നിർണായകവുമായിരിക്കും. ആ യന്ത്രം എപ്പോഴേക്കാണ് എത്തിക്കുക? നേരത്തെ കാർവാർ MLA അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ, നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. ഏകദേശം നാളെ ഉച്ചയോടുകൂടി യന്ത്രം എത്തിക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഇന്ന് MLAയും അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. ആ യന്ത്രം എത്തിച്ചതിന് ശേഷം മാത്രമേ ഈ മണ്ണിൽ, അത്രത്തോളം ആഴത്തിലുള്ള മണ്ണിൽ നിന്ന് ഈ ലോഹ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കൂ, അല്ലെങ്കിൽ ലോറിയോ മറ്റു വാഹനങ്ങളോ ഒക്കെ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കൂ. എന്തായാലും ഈ തെരച്ചിൽ ആരംഭിച്ചു. അർജുന ഉപയോഗിച്ച വാഹനത്തെയും കണ്ടെത്തുക എന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. സൈന്യവും നാവികസേനയും ഇതിനുവേണ്ടി ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ തെരച്ചിൽ നടത്തുകയാണ്. നാവികസേന ഇന്നൊക്കെ 6ാം ദിവസമായി ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തെരച്ചിൽ നടത്തുന്നു. NDRFും അതുപോലെ തന്നെ ഉള്ള ദുരന്ത നിവാരണ സംഘടനകളൊക്കെ തന്നെ ഈ പ്രദേശം സൈന്യ അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും അവിടെ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി നാളെ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളെ, വിദഗ്ധരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചതിന് ശേഷമുള്ള ആക്ഷൻ പ്ലാൻ, അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലായിരിക്കും നാളെ നടക്കുക. റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രപാലനും ശിരൂരിലെ രക്ഷാദൗത്യത്തിൽ പങ്കുചേരും എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. അർജുനെ കണ്ടെത്താൻ ഇന്റലിജൻസ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിക്കാനാണ് തീരുമാനം. M ഇന്ദ്രപാലൻ നാളെ രാവിലെ 10 മണിയോടുകൂടി ദൗത്യസംഘത്തിൻ്റെ ഭാഗമാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം.